പ്രിയപ്പെട്ടവരെ, വനിതാ സംവരണ നിയമത്തെക്കുറിച്ച് പലർക്കും ആവശ്യത്തിനുള്ള അറിവ് ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു വിശദീകരണം ഞാൻ ഇവിടെ തരികയാണ്. വനിതാ സംവരണ നിയമം എന്ന് പറയുന്നത് 2023 പാർലമെൻറ്റ് പാസ്സാക്കി. ഒരുപാട് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം പല പാർട്ടിയിലെ ആൾക്കാരും ഇത് പാർലമെൻറ്റിൽ വെച്ചിരുന്നു. അപ്പോഴൊന്നും അത് നിയമമാകാൻ സമ്മതിക്കാതെ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വിമുഖത കാരണം അവരൊരുപാട് തടസ്സവാദങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അത് അതുവരെ നിയമമായി മാറാത്തത്. പക്ഷേ 2023 എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അത് നിയമമായി. അതിലാണ് രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത്. പക്ഷേ ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഏതൊക്കെ സീറ്റുകളാണ് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത്, ഏതൊക്കെ വർഷം അത് റൊട്ടേറ്റ് ചെയ്യണം, വാർഡ് വിഭജനം എങ്ങനെയാണ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു ചർച്ച ആവശ്യമായി വന്നതുകൊണ്ടാണ് 16-ാം തീയതിയും 17-ാം തീയതിയും പാർലമെൻറ്റിലെ ചർച്ച നടന്നതും 131 അമെൻമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബില്ല് കൊണ്ടുവന്നതും നമ്പർ ഓഫ് MLAസും MPസും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ 50 വർഷമായിട്ട് മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ മരവിപ്പിക്കൽ എടുത്ത് കളഞ്ഞുകൊണ്ട് 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സീറ്റ് വിഭജനം അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ നടത്താം എന്ന ഒരു പ്രപ്പോസലുമായിട്ടാണ് അത് ചർച്ച ചെയ്തത്. പക്ഷേ അത് ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് പാർലമെൻറ്റിൽ പാസ്സായില്ല. അപ്പോൾ ഇത് വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ആൾക്കാരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പാർലമെൻറ്റിൽ MP-മാർ ആയിട്ട് 543 പേരാണ് ഉള്ളത്. ഇത് അത്രയും വെച്ചുകൊണ്ട് 33% സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ള സീറ്റുകൾ കുറയും എന്ന് ഇന്ത്യ മുന്നണിയിലുള്ളവർ തന്നെ വാദം ഉന്നയിച്ചത് കൊണ്ടാണ് അതിൻ്റെ നമ്പർ ആനുപാതികമായിട്ട് കൂട്ടി കൊണ്ടുവന്ന് 850 ആക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തിയത്. കാരണം 1971 സെൻസസ് പ്രകാരം അന്ന് 54 കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2011 സെൻസസ് പ്രകാരം 140 കോടി ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്തുമാത്രം വികസിച്ചു. അപ്പോൾ അത്രയും ജനങ്ങൾക്ക് ആനുപാതികമായിട്ട് ഇത്രയും MP-മാരുടെ എണ്ണം കൂട്ടാം എന്നുള്ള രീതിയിലാണ് ആ ബില്ല് അവതരിപ്പിച്ചത്. അത് ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ MP-മാരെ ആകും, ചില സംസ്ഥാനങ്ങളിൽ കുറവ് MP-മാരാകും എന്നുള്ള ഒരു വാദത്തിൻ്റെ പുറത്താണ്, ഒരു പേടിയുടെ അടിസ്ഥാനത്തിലാണ് അവരത് തടഞ്ഞത്. പക്ഷെ അതിന് മറുപടിയായിട്ട് അമിത്ഷാജി പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളിലും 50% വെച്ച് കൂട്ടി പ്രോ റേറ്റ ബേസിസ് എന്നാണ് പറയുന്നത്. ഇപ്പോഴുള്ള MP-മാർ എത്രയാണോ അതിന് 50% കൂട്ടി. എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമല്ലോ വികസനം വരുന്നത്. അപ്പം അങ്ങനെ ജനസംഖ്യയുടെ ബേസിസിലല്ല, പക്ഷെ ഉള്ള MP-മാരുടെ എണ്ണത്തിൽ നിന്ന് 50% കൂടും എന്ന് പറയുന്നത് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് അംഗീകരിക്കേണ്ടതായിരുന്നു. പക്ഷെ അതും എതിർക്കണമല്ലോ എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് എതിർത്ത് തോൽപ്പിച്ചതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോഴുള്ള 20 MP-മാരെക്കാളും 10 പേരും കൂടെ കൂടി 30 MP-മാരാവുകയും ചെയ്തേനെ. 20 ജനറൽ കാറ്റഗറിയിലുള്ള പുരുഷന്മാരും 10 സ്ത്രീകളുമായിട്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ വലിയൊരു വികസനമായിരുന്നേനെ അത് എല്ലായിടത്തും നടന്നിരുന്നെങ്കിൽ സംഭവിക്കുന്നത്. പക്ഷെ അതിപ്പോൾ സംഭവിക്കില്ല. കാരണം 71 ഈ ഒരു സെൻസസ് നടക്കുമ്പോൾ 76 ഇലക്ഷൻ്റെ സമയത്ത് 25 വർഷത്തേക്ക് ഈ നമ്പർ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അതായത് MP-മാരുടെ എണ്ണം കൂട്ടാൻ പാടില്ല, MLA-മാരുടെ എണ്ണം കൂട്ടാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കൂട്ടിയാൽ അത് ജനസംഖ്യയുടെ അനുപാതികമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുകയും പല സംസ്ഥാനങ്ങളിൽ പല രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. 2000 അത് വീണ്ടും 25 വർഷത്തേക്കും കൂടെ കൂട്ടി. അങ്ങനെ 2001 ഇലക്ഷൻ വന്നപ്പോൾ വീണ്ടും അതേ നമ്പർ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ കേരളത്തിൽ നിങ്ങൾക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഡീലിമിറ്റേഷൻ MLA-മാരുടെ കാര്യത്തിലുണ്ടായി. നമ്പർ അതുപോലെ ഇരിക്കൂ, പക്ഷേ ഏതൊക്കെ സ്ഥലത്താണോ കൂടുതൽ ജനസാന്ദ്രതയുള്ളത് അത് വെച്ചിട്ട് നമ്മുടെ മണ്ഡലം പുനർനിർണയിക്കുക എന്നുള്ള രീതിയിൽ നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണയിച്ചു. അങ്ങനെ പുനർനിർണയം 2001 നടന്നതിന് ശേഷമാണ് ഇലക്ഷൻ വന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 7 സീറ്റ് ഉണ്ടായിരുന്നത് 5 സീറ്റായിട്ട് കുറയുകയും, ആലപ്പുഴ ജില്ലയിൽ 1 സീറ്റ് കുറയുകയും, അതുപോലെ മലപ്പുറത്ത് 4 സീറ്റ് കൂടുകയും, കോഴിക്കോട് 1-2 സീറ്റ് കൂടുകയും, പാലക്കാട് 1 സീറ്റ് കൂടുകയും, അങ്ങനെ പല മാറ്റങ്ങളും കേരളത്തിൽ അതുപോലെ വന്നു. അപ്പോൾ ഈ നമ്പറിൽ ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്കത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതാണ് ഇപ്പോൾ ഇവിടെ പാളിപ്പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ചർച്ചയുടെ സമയത്ത് പറഞ്ഞത് 2011 സെൻസസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ആ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് 50% വെച്ചിട്ടുള്ള കൂടുതൽ വരുത്താം എന്ന് പറഞ്ഞ് അത് രണ്ടും സ്വീകാര്യമല്ലാതെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ
2029 ഇലക്ഷനകത്ത് സ്ത്രീ സംവരണം നടക്കില്ല. കാരണം അതിനുള്ള ചർച്ചയൊന്നും ചെയ്യാൻ ഇനി സമയമില്ല. സെൻസസ് 2026 പൂർത്തിയായി, 27 ആകുമ്പോൾ മാത്രമാണ് അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തുന്നത്. അപ്പോൾ 2029 നടക്കുന്ന ഇലക്ഷന് ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിന് 1-2 വർഷമെങ്കിലും എടുക്കുമല്ലോ, അത് നടപ്പിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇനി 2034 നടക്കുന്ന ഇലക്ഷന് മാത്രമേ ഇത് വരാൻ സാധ്യതയുള്ളൂ. അപ്പോഴും ഇതുപോലെയുള്ള വാദഗതികൾ പറഞ്ഞുകൊണ്ട് തടയും എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാം. കാരണം 40 വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യം ഇപ്പോൾ ഒരു സുവർണ അവസരം വന്ന ഇത്രയും നല്ലൊരു പ്രപ്പോസൽ കിട്ടി നടന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ 34-ലോ 29-ലോ ഒന്നും നടക്കാൻ സാധ്യതയില്ല. കാരണം ഇനിയുള്ള സെൻസസ് അനുസരിച്ചിട്ടുള്ള ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ MP-മാരുടെ സീറ്റ് കുറയും. ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറയാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ജനസംഖ്യ വളരെയധികം കേരളത്തിൽ കുറഞ്ഞു. അപ്പോൾ നല്ലൊരു പ്രപ്പോസൽ കിട്ടിയത് 25 വർഷത്തേക്ക് അംഗീകരിക്കുന്നതിന് പകരം പാര വെച്ചിട്ട് നമുക്ക് നഷ്ടമുണ്ടാക്കി തന്നിരിക്കുകയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് നമ്മൾ മനസ്സിലാക്കണം.